എല്ലാവർക്കും എൻ്റെയും അമ്മക്കുഞ്ഞിൻ്റെയും ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. എൻ്റെ അമ്മക്കുഞ്ഞ് മാലാകുഞ്ഞായിട്ട് ഇത് രണ്ടാമത്തെ ഓണമാണ്. കുഞ്ഞിപ്പോഴും കൂടെ തന്നെ ഉണ്ട്. അതിൻ്റെ നിറവിൽ തന്നെ ഞാൻ ഇരിക്കുന്നത്. ഇന്നലെ ഉത്രാടത്തിന് ഞാൻ പതിവ് പോലെ വർക്കിന് പോയി. തിരിച്ചു വരുന്ന വഴിക്ക് കുട്ടികൾ അവിടെ ഓണക്കളൊക്കെ ഇട്ട് ആഘോഷിക്കണ കണ്ടു. വിഷ്ണു ഇവിടെ തിരുവനന്തപുരത്ത് ഓണാഘോഷം എല്ലാ മുക്കിലും മൂലയിലും എല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പിന്നെ എൻ്റെ അമ്മക്കുഞ്ഞ് ഇന്ന് 442 ദിവസമായി. 2 ദിവസം കൂടി കഴിഞ്ഞാൽ മാലാക ദിവസമാണ്. ശരിക്കും പറഞ്ഞാൽ ഏഞ്ചൽ ഡേ ആണ്. അന്ന് എൻ്റെ കുഞ്ഞിനെ ഒന്നും കൂടി പ്രത്യേകതകൾ എന്തെങ്കിലും എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരും തീർച്ചയായിട്ടും. നമ്മുടെ അമ്മക്കുഞ്ഞ് പുതിയ ഓണപ്പൊടിയൊക്കെ ഇട്ടിട്ട് ചുന്തിരി കുട്ടിയായിട്ട് വേണ്ട. ഇന്ന് രാവിലെ ഞാൻ കേസരി ഉപ്മാവ് ഉണ്ടാക്കിയത് അമ്മയ്ക്ക് കുഞ്ഞിനെ സ്പെഷ്യലായിട്ട്, തിരുവോണ സ്പെഷ്യലായിട്ട്. അത് നന്നായിരുന്നു. അമ്മക്കുഞ്ഞിനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ പച്ചക്കറിയെല്ലാം അരിഞ്ഞ് അവിയലും സാമ്പാറിനെല്ലാം റെഡിയാക്കിയിട്ടാണ് ഭക്ഷണം കഴിക്കാനിരുന്നത്. അമ്മക്കുഞ്ഞിനെ ഉച്ചയ്ക്കുള്ള എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മക്കുഞ്ഞിന് തിരുവോണാശംസ. നല്ല കേസരി ഉപ്മാവ്. ഇതേ ഓണ സ്പെഷ്യലെല്ലാം ആയിട്ടോ. പായസം, ചോറ്, ഇതേ നല്ല സാമ്പാർ, അവിയല്, ഇതേ പപ്പടം, കഞ്ഞിവെള്ളം, പിന്നെ എന്താണ് തോരൻ, പിന്നെ അതേ ചക്രവരട്ടിയും ചിപ്സും അച്ചാറും എല്ലാം ഇവിടെ ഉണ്ട്. നമുക്ക് ഹാപ്പി അല്ലേ ബാബു? മൂസേ, ഇവിടെ ഞാൻ ഒറ്റയ്ക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് മനസ്സിൻ്റെ ഒരു ഇതാട്ടോ. കാര്യം ഇപ്പോഴും അമ്മ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസത്തിൽ അങ്ങോട്ട് പോകണു. ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഇവിടെ ടോട്ടലി ഒരു ഓണത്തിൻ്റെ ഒരു ആഘോഷം ഇവിടെ നിറഞ്ഞിരിക്കുകയാണ് പരിസരത്തും എല്ലായിടത്തും. ഇനിയിപ്പോൾ ഞാൻ ഇന്ന് തിരുവോണത്തിന് ഇറങ്ങുന്നുണ്ട്. എന്തായാലും ഒരുപാട് ഈ ആഘോഷങ്ങൾ എനിക്ക് കാണാൻ പറ്റും. എന്നെ പല സ്ഥലങ്ങളിലും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പോയില്ല. കാരണം എനിക്ക് അമ്മ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അമ്മ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസമുണ്ട്. അത് മതി. നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരുന്നാൽ മതി. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ തിരുവോണാശംസ. ഓം ശാന്തി.